ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആരായിരിക്കും ദൈവത്തെ കണ്ടെത്തുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ ഒറ്റപ്പെടുന്ന മനുഷ്യനായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ ആർക്കും വേണ്ടാത്തവനാണ് എന്ന് ഭാരപ്പെടുത്തുന്ന ചിന്തകളുള്ള നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അവിടെയൊക്കെ ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്നുള്ളൊരു വലിയ സാന്നിധ്യത്തിൻ്റെ പേരാണ് ദൈവം. ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനകൾ അതാണ്. നീ തനിച്ചല്ല, ദൈവം നിന്നോടൊപ്പമുണ്ട് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ്. ഈ തിരിച്ചറിവിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു കൃതിയാണ് നാം ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. ശ്രീ ജിൻഡോ മാത്യു എഴുതിയ കണ്ണുനീരൊപ്പുന്ന ദൈവം എന്ന പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം ഈ കൃതിയിലൂടെ തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ അനുഭവം നുകർന്ന അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നല്ല സന്ദേശങ്ങളും ദൈവികാനുഭവങ്ങളും അങ്ങനെ ആത്മീയ ജീവിതത്തിന് നമുക്ക് എങ്ങനെ ഒരുങ്ങാം എന്നുള്ളൊരു നല്ല സന്ദേശം നൽകുകയാണ് ഈ കൃതിയിലൂടെ. കണ്ണുനീരൊപ്പുന്ന ദൈവം എന്ന ശ്രീ ജിൻഡോ മാത്യു എഴുതിയ പുസ്തകം സോഫിയ പബ്ലിക്കേഷനാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ കൊടുങ്കാറ്റിലും പേമാരിയിലും താൻ തനിച്ചായപ്പോഴും പേടിച്ച് ഒറ്റയ്ക്കിരുന്നപ്പോഴും തന്നെ മാറോടണച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഈ കൃതി സമർപ്പിച്ചുകൊണ്ടാണ്. ശ്രീ ബെന്നി പുന്നത്ര എഴുതിയ അവതാരികയോടുകൂടെ ആരംഭിക്കുന്ന ഈ കൃതി, അവതാരികയിൽ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്, ക്ഷരമില്ലാത്തതാണ് അക്ഷരങ്ങൾ, നാശമില്ലാത്തത് എന്നർത്ഥം. ഇത്തരത്തിലുള്ള അനേക പുസ്തക കൂമ്പാരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ ശ്രീ ജിൻഡോ മാത്യുവിൻ്റെ കണ്ണുനീരൊപ്പുന്ന ദൈവം എന്ന കൃതി ജീവനുള്ള അക്ഷരങ്ങളുടെ, സ്വന്തം അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് മാർഗം കാണിച്ചു കൊടുക്കുന്ന അനുഭവങ്ങളുടെ ജീവനുള്ളൊരു പുസ്തകമായിട്ടാണ് ശ്രീ ബെന്നി പുന്നത്തറ അവതാരികയിൽ കുറിച്ചിടുന്നത്. കൃതി ആരംഭിക്കുന്നത് തന്നെ ലോകത്തിലെ ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ്. വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരരക്തങ്ങളായി മാറുന്ന ആ വലിയ അത്ഭുതത്തെക്കുറിച്ച് നമുക്കറിയാം. പക്ഷെ ഗ്രന്ഥകാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊരു വലിയ അത്ഭുതത്തെക്കുറിച്ചാണ്. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ എന്ന വൈദികന്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ സക്രാരിയിലേക്ക് എഴുന്നള്ളി വരുന്ന സർവശക്തനായ ദൈവം, ഈ വലിയൊരു അത്ഭുതം, നിശബ്ദനായി ശാന്തനായി ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കെല്ലാം അനുഭവിച്ചറിയുന്നതാണ്. ഇപ്രകാരം നമ്മുടെയും ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നാം പോലും അറിയാതെ നിശബ്ദമായി ശാന്തമായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ശാന്തമാകുക, ഞാൻ കർത്താവാണെന്നറിയുക എന്ന സങ്കീർത്തകൻ്റെ വചനം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഗ്രന്ഥകർത്താവ് തൻ്റെ കൃതിയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ കൃതിയെ ശ്രീ ജിൻഡോ മാത്യു 7 പ്രധാന ഭാഗങ്ങളായി തിരിച്ചിരിക്കുകയാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ജീവിതം വിജയമാക്കാൻ സഹനത്തിൻ്റെ മൂല്യം, പ്രാർത്ഥനയുടെ രഹസ്യം, ദൈവത്തിൻ്റെ കൃപയും നമ്മുടെ അധ്വാനവും, പിശാചും അവൻ്റെ തന്ത്രങ്ങളും, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ഇങ്ങനെ 7 ഭാഗങ്ങളായി തിരിച്ചിട്ടുള്ള ഈ കൃതിയിൽ 38ഓളം ലേഖനങ്ങളാണ് അദ്ദേഹം കുറിച്ചു വച്ചിരിക്കുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന ഭാഗത്തിൽ തന്നെ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ദൈവം ഉടമ്പടിയുടെ ദൈവമാണ്. ഉടമ്പടി നാം പാലിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങൾക്കുള്ളിൽ നമ്മെ സംരക്ഷിക്കുകയാണ്. ഈ ജീവിതകാലം മുഴുവൻ നമ്മൾ കൗദാശികമായ ജീവിതത്തിലൂടെ ജനനം മുതൽ മരണം വരെ മുന്നേറുമ്പോൾ ഉടമ്പടി കാത്തു പാലിക്കുന്നവന്, ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ച് ജീവിക്കുന്നവന് ദൈവം ദൈവിക രക്ഷ, ദൈവരാജ്യം പ്രദാനം ചെയ്യുന്നു. ആ നിത്യതയിലേക്കുള്ള യാത്രയ്ക്കുള്ള കൊച്ചു കൊച്ചു കുറുക്കുവഴികൾ ഈ കൃതിയിലൂടെ ഗ്രന്ഥകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 100-നേക്കാൾ വലിയ ഒന്ന് എന്ന അദ്ദേഹത്തിൻ്റെ ലേഖനം ആരംഭിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ 100 പ്രശ്നങ്ങളുണ്ടാകാം. സാമ്പത്തിക പ്രതിസന്ധികൾ,
കുടുംബത്തിലെ പ്രശ്നങ്ങൾ, നമ്മളായിരിക്കുന്ന മേഖലകളിലുള്ള പ്രശ്നങ്ങൾ, വ്യക്തിപരമായ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ നൂറ് പ്രശ്നങ്ങളുടെ മധ്യയാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. അവിടെയൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് നമുക്കൊന്നു മാത്രമാണുള്ളത്. അതെ, ദൈവത്തിലുള്ള ആശ്രയബോധം. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ ഉറച്ച ബോധ്യം. അതുകൊണ്ട് 100 പ്രശ്നങ്ങളല്ല, ദൈവം എന്നോടൊപ്പമുണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് നമുക്ക് വേണ്ടത് എന്നാണ് ഒന്നാമത്തെ ലേഖനത്തിലെ അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാം നമുക്ക് നിയന്ത്രണാതീതമാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. എല്ലാം നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. എല്ലാം എനിക്ക് സാധിക്കുമെന്നല്ല, ദൈവം എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്കെല്ലാം സാധിക്കുമെന്നുള്ള ഒരു വലിയ ബോധ്യത്തിലേക്കാണ് നമ്മെ കൈപിടിച്ച് നടത്തുന്നത്. അടുത്തതായി, ഞാൻ ദൈവത്തെ നേരിട്ട് കണ്ട രാത്രി എന്ന ലേഖനത്തിലെ അദ്ദേഹം തൻ്റെ കുടുംബജീവിതത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ, പച്ചയായ യാഥാർത്ഥ്യങ്ങളെ വരച്ച് കാണിക്കുന്നുണ്ട്. തനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ സാമ്പത്തികമായിട്ട് തീരെ ഭദ്രതയില്ലാത്ത കുടുംബം. അപ്പച്ചനും അമ്മച്ചിയും കൂലിപ്പണിക്ക് പോകുന്നുണ്ട്, റബ്ബർ വെട്ടാനും മറ്റു ജോലികൾക്കും. ഒരു പെങ്ങളുകുട്ടി പഠിക്കുന്നുണ്ട്. തൻ്റെ ഒരു ചേട്ടായി ഒത്തിരിയധികം ജോലി എടുത്തിട്ടാണ് പഠിക്കുന്നത്. പക്ഷെ അവരെയൊക്കെ പോറ്റാനുള്ള, അവരുടെയൊക്കെ പഠനകാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഈ ലേഖനത്തിലെ ഗ്രന്ഥകർത്താവ് വരച്ച് കാണിക്കുന്നുണ്ട്. ഒരു ദിവസം രാത്രി പെങ്ങളുടെ ഫോൺ വരികയാണ്. ഫീസ് അടച്ചില്ലെങ്കിൽ അവിടെ തുടരാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ്. അപ്പനും അമ്മയും പലരെയും വിളിച്ചു നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഒരിടത്തു നിന്നും പണം സംഘടിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ തന്നെയാണ് തൻ്റെ ചേട്ടനും പണം കൊടുത്തില്ലെങ്കിൽ തനിക്ക് ആവശ്യമുള്ളൊരു സർട്ടിഫിക്കറ്റ് തൻ്റെ സ്ഥാപനത്തിൽ നിന്നും നൽകില്ല എന്നുള്ള വാർത്തയും മാതാപിതാക്കളെ അറിയിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ തൻ്റെ വിശ്വാസം, തൻ്റെ പ്രത്യാശ നഷ്ടപ്പെടുത്താതെ അപ്പച്ചനും അമ്മച്ചിയും ഈശോയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധ അമ്മയോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലുന്ന ആ രംഗം ഇപ്പോഴും തൻ്റെ മനസ്സിലുണ്ട് എന്ന് അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. രാത്രി 11 മണി ആയപ്പോഴേക്കും ഒരു ഫോൺ കോൾ വരികയാണ്. അതിൻ്റെ പണം അവനൊരാൾ സഹായിച്ചു എന്ന് പറഞ്ഞ്, തൻ്റെ ചേട്ടനെ. അതുപോലെ തന്നെ തൻ്റെ പെങ്ങളുകുട്ടിക്കും ആവശ്യമുള്ള പണം സംഘടിപ്പിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത്. അതെ, ദൈവത്തെ നേരിട്ട് കണ്ട രാത്രിയാണ് ഈ ലേഖനത്തിലൂടെ അദ്ദേഹം വരച്ചു കാണിക്കുന്നത്. ദൈവവും കൈവിട്ടിരുന്നെങ്കിൽ എന്നൊരു ലേഖനമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഇനി മുന്നോട്ട് പോകാൻ, പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അയൽപ്പക്കത്തെ മരം പണിയുള്ള, മരം കയറ്റൽ, റബ്ബർ വെട്ട് അങ്ങനെയൊക്കെയുള്ള ജോലി ചെയ്യുന്ന റോയി ചേട്ടൻ്റെ അടുത്തേക്ക് ഞാനും അങ്ങയോടൊപ്പം മരപ്പണിക്ക് വരികയാണ് എന്ന് പറഞ്ഞ് ചെല്ലുകയാണ്. പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് അദ്ദേഹത്തിനോട് റോയി ചേട്ടൻ പറയുന്നുണ്ട്, ഒരിക്കലും പാടില്ല, നീ പഠിക്കണം, നീ മിടുക്കനാണ്. റോയി ചേട്ടൻ തൻ്റെ സ്ഥലത്തിൻ്റെ ആധാരം കൊടുത്ത് പറയാണ്, നീ ഇത് കൊണ്ടുപോയി പണയം വെച്ചിട്ടാണെങ്കിലും എൻ്റെ ഫീസ് സംഘടിപ്പിക്കണമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ആവശ്യം വന്നില്ല. അപ്പോഴേക്കും അതിനു വേണ്ട പണമൊക്കെ സ്വരൂപിക്കുവാനായിട്ട് സാധിച്ചു. ഒരു നല്ല ജോലിക്കുള്ള ഒരു ഇൻ്റർവ്യൂ കാർഡ് കിട്ടി. ആ മനുഷ്യൻ പള്ളിയിലും പ്രാർത്ഥനയ്ക്കൊന്നും അധികം പോകുന്നില്ലെങ്കിലും മനസ്സിലുണ്ടായിരുന്ന വലിയൊരു നന്മ അവിടെ വരച്ച് കാണിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുണ്ടായിരിക്കും നന്മയുള്ള മനുഷ്യരുടെ ചിത്രങ്ങൾ, നമ്മുടെ മനസ്സിലും നമ്മുടെ ചുറ്റുപാടിലും. അങ്ങനെ ഇൻ്റർവ്യൂ കാർഡ് വന്നു. ഇൻ്റർവ്യൂവിന് പോകാനും തൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോകേണ്ട തലേ ദിവസമാണ് ഒരു ഇല്ലൻ്റെ പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് തരുന്നത്. തനിക്ക് പരിചയമുള്ള ഒരു സിസ്റ്ററുടെ എഴുത്താണ്. സിസ്റ്റർ ഒരു പക്ഷേ സഹതാപവും ദയയും കരുണയൊക്കെ എഴുതിയിട്ടുണ്ടാവുമെന്ന് കരുതി അദ്ദേഹം വില്ലൻ്റെ പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൽ 500-ൻ്റെ ഒരു നോട്ട്. സിസ്റ്റർ ഇത്ര എഴുതിയിട്ടുണ്ട്, എനിക്കറിയാം നീ പണമില്ലാതെ നടക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് നിയമവിരുദ്ധമാണെന്നറിയാം ഈ 500 രൂപ ഇല്ലൻ്റിൽ വെച്ച് അയക്കുന്നത്. പക്ഷെ എങ്കിലും എന്നെക്കൊണ്ട് ഇതേ ചെയ്യാൻ പറ്റുമോ നിനക്ക് വേണ്ടിയിട്ട്? ഇത് ലഭിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഉപകരിക്കുമെന്നറിയാം. ദൈവത്തെ കൺമുൻപിൽ കാണുകയായിരുന്നു അദ്ദേഹം. തനിക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ പോലും പണമില്ലാതിരുന്നൊരു സമയത്ത് അത് കണ്ടറിഞ്ഞ് നമുക്ക് വേണ്ടി ദൈവം നിയോഗിക്കുന്ന വ്യക്തികൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേകം ഉണ്ടാവും. ദൈവത്തിൻ്റെ ചാരന്മാരെന്ന് പറയും. ദൈവം മറ്റുള്ളവരിലൂടെ നമ്മെ സഹായിക്കുവാനായിട്ട് എത്തുന്നുള്ള വലിയ ദൃഷ്ടാന്തമാണ്
അദ്ദേഹം ഈ സംഭവത്തിലൂടെ വരച്ചു കാണിക്കുന്നത്. ആർസിലെ വിശുദ്ധനായ വിയാനിയെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതുന്നത്. അവിടെ ഒരു വാക്കുപോലും പ്രസംഗിക്കാൻ അറിയാത്ത അദ്ദേഹം വൈദികനായി വികാരിയായി ഒരു ഇടവകയിലെത്തുമ്പോൾ ഉണ്ടായ സംഭവമാണ്. തൻ്റെ പഠനകാലത്ത് തന്നെ ഒരു വൈദികനാകാനുള്ള യാതൊരു കഴിവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രം, തൻ്റെ ആഗ്രഹം കൊണ്ട് മാത്രം സഭാധികാരികൾ വൈദികനാക്കിയ ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ വിയാനി. ഒരു വാക്കുപോലും അൽത്താരയിൽ നിന്ന് പ്രസംഗിക്കാൻ അറിയാതെ തനിക്ക് കിട്ടിയ ഇടവകയിൽ ദിവ്യബലിയുടെ മധ്യേ ദൈവം സ്നേഹമാകുന്നു എന്നൊരൊറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന വിശുദ്ധ വിയാനിയെ നാം കാണുന്നുണ്ട്. ഈ ഒരു കരച്ചിലൂടെ ആർസിലെ ആ ഇടവകയിലെ എല്ലാ മനുഷ്യരും മാനസാന്തരപ്പെട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുമ്പസാരക്കൂട്ടിലേക്ക് ആ ഇടവകയിൽ ഓരോരുത്തരും തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്നതിനായി ചെല്ലുന്നതായിട്ട് കാണാം. ആ ഇടവകയെ മുഴുവൻ വിശുദ്ധീകരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ വിശുദ്ധി പ്രസംഗിക്കാൻ സാധിച്ചില്ലെങ്കിലും അൽത്താരയിൽ നിന്നുള്ള ആ ഒറ്റ കരച്ചിൽ ആ ഇടവകയെ മുഴുവൻ മാറ്റിമറിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കുമ്പസാരക്കൂടിനുള്ളിലേക്ക് ഇടവകയിലെ ഓരോരുത്തരും പ്രവഹിക്കുകയായിരുന്നു. ആ ഇടവകയെ മുഴുവൻ വിശുദ്ധീകരിക്കുവാനായിട്ട് ആർസിലെ വിശുദ്ധ വിയാനിക്ക് സാധിച്ചു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതം വിജയമാക്കാൻ എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയുടെ രണ്ടാമത്തെ ഭാഗം ആരംഭിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന ദൈവവചനം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു അനുഭവം പങ്കുവെക്കുകയാണ് നല്ലവരായതുകൊണ്ട് ആയില്ല എന്ന ലേഖനത്തിലൂടെ. അദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ 10 വയസ്സ് മുതലേ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് സ്വന്തമായി ജീവിതം കെട്ടിപ്പടുത്തവനാണ്. നല്ലൊരു വ്യക്തിയായിരുന്നെങ്കിലും പ്രാർത്ഥനയിലും ദൈവത്തിലൊന്നും വലിയ വിശ്വാസം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. കുറേ നന്മ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരിക്കലെ തൻ്റെ സുഹൃത്തിന് ഒരു ലോൺ എടുത്തു കൊടുക്കുകയാണ് ജാമ്യം നിന്നുകൊണ്ട്. അവസാനം വീട് ജപ്തി ചെയ്യാറായി എന്ന് തിരിച്ചറിയുമ്പോൾ അദ്ദേഹത്തിന് വേറെ ഒരു നിവൃത്തിയുമില്ല. ദൈവത്തെ ആശ്രയിക്കുവാനായിട്ട് സ്വയം മുന്നോട്ട് വന്നുകൊണ്ട് ഒരു ധ്യാനത്തിന് ആദ്യമായിട്ട് പോകാൻ തയ്യാറെടുക്കുകയാണ് അപ്പച്ചൻ. ധ്യാനത്തിൽ തൻ്റെ അനാഥമാക്കപ്പെട്ട ആ ബാല്യത്തിൽ തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ അപ്പച്ചൻ്റെ സ്നേഹം പിതാവായ ദൈവത്തിൽ നിന്നും മനസ്സിലാക്കിയെടുക്കുന്നുണ്ട് അപ്പച്ചൻ. ധ്യാനം കഴിഞ്ഞു വരുന്നത് ഒരു പുതിയ മനുഷ്യനായിട്ടാണ്. പക്ഷേ എങ്കിലും കാത്തിരുന്നത് വലിയ സന്തോഷ വാർത്ത ആയിരുന്നില്ല. വീട്ടിലേക്ക് തിരിച്ചു വന്ന ഉടനെ തന്നെ ജപ്തി നടപടികൾ ആരംഭിക്കുകയാണ്. അപ്പച്ചൻ തളർന്നില്ല. 3 മക്കളോടൊപ്പം അപ്പച്ചനും അമ്മയും പടിയിറങ്ങുമ്പോഴും ദൈവം തന്നോടൊപ്പമുണ്ട് എന്നുള്ളൊരു വലിയ വിശ്വാസത്തിൽ ദൈവത്തെ മുറുകെ പിടിച്ച നാളുകൾ. ഇന്ന് അവർ 3 പേരും, ഗ്രന്ഥകർത്താവ് അടക്കമുള്ള ആ 3 മക്കളും ജീവിതത്തിൻ്റെ വലിയ നിലകളിൽ എത്തിച്ചേർന്ന സന്തോഷം പിന്തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവർ അനുഭവിച്ചറിയുകയാണ്. ദൈവത്തെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും വേദനകളും എല്ലാം ദൈവം സന്തോഷമാക്കി തീർക്കുമെന്നുള്ളതിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് ഈ ലേഖനത്തിലൂടെ അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത ലേഖനം പേര് കൊടുത്തിരിക്കുന്നത് പൊരിവെയിലത്ത് കുടയെടുക്കൂ എന്നാണ്. നമുക്ക് വളരെ കൗതുകം തോന്നാം. അബ്രാഹം വിശ്വാസികളുടെ പിതാവാണെങ്കിൽ ഏലിയ വിശ്വാസികളുടെ മാതൃകയായാണ് ഈ ലേഖനത്തിലെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ആഹാബിൻ്റെ പത്നിയായ ജെസബൽ വിജാതീയ വിശ്വാസം വളരെയധികം ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. നാട് മുഴുവൻ വരൾച്ച ബാധിച്ച സമയത്ത് ഏലിയ പ്രവാചകൻ കാർമൽ മലയിൽ മുകളിൽ കയറി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാർമേഘം വന്നു തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഏലിയ പ്രവാചകൻ തൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് മഴ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങുന്നുണ്ട്. അതെ, മഴയ്ക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ കുടയെടുത്ത് പോയ കുട്ടിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതാണ് വിശ്വാസം. അത് സംഭവിക്കും എന്ന ഉറച്ച ബോധ്യം ഏലിയായ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിശ്വാസികളുടെ മാതൃകയായി വരച്ചു കാണിക്കുന്നത്.
ഈ ഏലിയായെ പോലെ നമ്മുടെയും ജീവിതത്തിൽ നാം എന്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അതപ്പോൾ തന്നെ ലഭിക്കണമെന്നില്ല. പക്ഷേ ഓരോ പ്രാർത്ഥനയുടെ വാക്കുകളിലും ദൈവത്തിൻ്റെ കരസ്പർശം അവിടെ മുദ്രണം ചെയ്യപ്പെടുന്നുണ്ട്. വൈകിയാണെങ്കിലും ആ പ്രാർത്ഥനകൾക്കൊന്നും നമുക്ക് ഫലം ലഭിക്കാതിരിക്കില്ല. ദൈവം നമുക്കായി ഈ വരൾച്ചയിൽ മഴ നൽകുമെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ ഏലിയ തൻ്റെ കൈകൾ ശിരസിൽ വെച്ചുകൊണ്ട് നീങ്ങുന്നുണ്ട്. പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. കുരിശും കിരീടവും എന്ന അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് കുരിശുകളെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നാം സ്വീകരിക്കണം എന്നുള്ളതാണ്. വെട്ടിയൊരുക്കാനായി നിന്നുകൊടുത്താൽ മാത്രമേ നല്ല ഫലം നമ്മിൽ കാക്കുകയുള്ളൂ. നമുക്ക് എല്ലാം ഉണ്ട്, നാം പൂർണ്ണനാണ്, നിറയെ നിറവുകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മിൽ ഫലം കാക്കുകയില്ല. വെട്ടിയൊരുക്കാനായിട്ട്, വെട്ടപ്പെടുവാനായിട്ട്, മുറിവേൽക്കപ്പെടുവാനായി നാം നിന്നു കൊടുക്കണം. സഹനത്തിൻ്റെ മൂല്യം എന്ന 3-ാം ഭാഗം അദ്ദേഹം ആരംഭിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം സഹനങ്ങളിലാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. സഹനം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. ദൈവമില്ലാത്ത ഏതു നേട്ടവും, അത് നമ്മുടെ സമ്പത്താവട്ടെ, വിദ്യാഭ്യാസമാവട്ടെ, നമ്മുടെ പണമാവട്ടെ, പേരാകട്ടെ, പ്രശസ്തിയാകട്ടെ, ഇതെല്ലാം വളരെ ശോചനീയമാണ്. എല്ലാത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ദൈവഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് നമ്മൾ പ്രയത്നിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉള്ളുള്ള സ്നേഹം എന്ന 1-ാമത്തെ ലേഖനത്തിൽ ഈ ഭാഗത്ത് അദ്ദേഹം തൻ്റെ കുടുംബത്തിലെ ഒരു അനുഭവം പങ്കുവെക്കുകയാണ്. ഓരോ അവധിക്കാലം കഴിഞ്ഞ് വരുമ്പോഴും തന്നെ യാത്രയാക്കാനായിട്ട് വരുമ്പോൾ അമ്മ തനിക്കൊരു ചുംബനം നൽകി കണ്ണുനീർ വാർത്തുകൊണ്ട് കരയുമായിരുന്നു. അമ്മയോട് പറയാറുണ്ട്, അമ്മ ഇങ്ങനെ കരഞ്ഞ് എന്നെ യാത്രയാക്കുമ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടാവുകയില്ല. അടുത്ത തവണ മുതൽ അമ്മ ഒരിക്കലും അദ്ദേഹത്തെ യാത്രയാക്കുമ്പോൾ കരഞ്ഞില്ല. പക്ഷേ അടുത്ത വെക്കേഷന് തിരിച്ചു വന്നപ്പോഴാണ് അയൽപ്പക്കത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞത്, നിന്നെ കൊണ്ടുചെന്നാക്കി നിന്നെ എന്നോട് യാത്ര പറഞ്ഞ് തിരിച്ചെത്തിയ അമ്മ, ആ അമ്മയുടെ ഏങ്ങലടികൾ എനിക്ക് വീട്ടിൽ നിന്നും കേൾക്കാമായിരുന്നു എന്ന്. അതെ, ഉള്ളുള്ള അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചാണ് ഗ്രന്ഥകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും വളരെ യാഥാർത്ഥ്യമായ, അഭിനയമല്ലാത്ത മാതൃകയായ സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം അവിടെ എഴുതുന്നുണ്ട്. ഒരിക്കൽ പോലും ഞങ്ങളുടെ മുൻപിൽ അപ്പച്ചനും അമ്മച്ചിയും തല്ലുകൂടിയിട്ടില്ല. ഒരു സിനിമയ്ക്ക് പോലും അവർ പോയിട്ടില്ല. ഒരുപക്ഷെ മക്കൾക്ക് ദുർമാതൃക നൽകേണ്ട എന്ന് കരുതിയാകാം. ഒരു ചീത്ത വാക്കുപോലും ഞങ്ങളുടെ മുൻപിൽ അവർ ഉച്ചരിച്ചിട്ടില്ല. പ്രാർത്ഥിക്കുവാൻ അവർ സമയം കണ്ടെത്തിയിരുന്നു. ഒരുപക്ഷെ മാതൃകയില്ലാത്ത ഇന്നത്തെ കാലഘട്ടത്തിൽ, കുട്ടികൾക്ക് മാതൃക ഇല്ലാതായിത്തീരുന്ന ഈ കാലഘട്ടത്തിൽ തൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒരു നല്ല മാതൃകയായി തീരുന്നു എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. റബ്ബർ ഷീറ്റ് അടിക്കുമ്പോൾ താനും അപ്പനെ സഹായിക്കാറുണ്ടെന്ന് ഓർക്കുന്നുണ്ട്. ഒരു ദിവസം 75 ഷീറ്റൊക്കെ അടിക്കാറുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിനൊക്കെ പണം വേണ്ടി വരുമ്പോൾ 10-12 അടിക്കുമ്പോഴേക്കും തൻ്റെ കൈകളൊക്കെ വേദനിക്കുമ്പോൾ അപ്പച്ചനോട് ചോദിക്കാറുണ്ട് അത്രേ, അപ്പച്ചനത് എങ്ങനെയാണ് സാധിക്കുന്നത് 75 ഷീറ്റൊക്കെ അടിക്കാൻ? അപ്പച്ചൻ്റെ മറുപടി, ഞാൻ എൻ്റെ സ്നേഹം കൊണ്ടല്ലേ ചെയ്യുന്നത്. സ്നേഹം കൊണ്ട് നാം എന്ത് ചെയ്യുമ്പോഴും നമുക്ക് മടുപ്പ് അനുഭവപ്പെടുകയില്ല. ഞാൻ സ്തുതിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്തുതിച്ചുകൊണ്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതെ, നമ്മുടെ ഓരോ പ്രവൃത്തിയും മടുപ്പില്ലാതെ ചെയ്യുവാനായിട്ട് സ്തുതിച്ചുകൊണ്ട്, നന്ദിയുടെ മനോഭാവത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ, നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ നാം എന്ത് ചെയ്താലും നമ്മെ കൈകളിൽ താങ്ങി നിർത്തുന്നത്, സ്വന്തം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിൽ നമ്മളോടുള്ള അളവില്ലാത്ത സ്നേഹം കൊണ്ടാണ്. ഈ അളവില്ലാത്ത സ്നേഹം കൊണ്ടാണ് കുട്ടിക്കാലത്തുള്ള നമ്മുടെ എല്ലാ വികൃതികളും, നമ്മുടെ കുട്ടിക്കാലത്തുള്ള എല്ലാ മലമൂത്ര വിസർജനത്തിനെല്ലാം അവർ സ്നേഹമുള്ളത് കൊണ്ടാണ് സഹിക്കുന്നത്. ആ മനസ്സിലെ സ്നേഹത്തെക്കുറിച്ചാണ്
അവരെ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണേണ്ടതെന്ന് ഗ്രന്ഥകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹിക്കുന്നവർക്ക് ഒന്നും, സഹനങ്ങളൊന്നും ഓർത്തിരിക്കാനായിട്ട് സാധിക്കുകയില്ല. കഴിഞ്ഞുപോയ ദിനങ്ങളിലെ നൊമ്പരങ്ങളൊന്നും സ്നേഹിക്കുന്നവർ ഓർത്തിരിക്കുന്നില്ല. അവരുടെ മനസ്സിലെ സ്നേഹം മാത്രമാണ്. പിതാവായ ദൈവം നമ്മളൊക്കെ എത്രയൊക്കെ തെറ്റ് ചെയ്താലും, എത്രയൊക്കെ പാപം ചെയ്താലും, ധൂർത്തുപുത്രൻ്റെ ഉപമയിലെ 2 കൈയും നീട്ടി നമ്മെ സ്വീകരിക്കാൻ നിൽക്കുന്നത് പോലെ സ്നേഹത്തിൻ്റെ പൂർണ്ണരൂപമായ പിതാവായ ദൈവവും നമ്മുടെയൊക്കെ എത്ര കുറവുകളിലും നമ്മെ 2 കൈയും നീട്ടി സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അതെ, തൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും സ്നേഹം ദൈവസ്നേഹമെന്ന് വെറുതെ എഴുതി പഠിപ്പിക്കുകയല്ല, തൻ്റെ അപ്പനിലൂടെയും അമ്മയിലൂടെയും ആ ദൈവസ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞ ആ അനുഭവങ്ങളാണ് അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നത്. പ്രാർത്ഥനയുടെ രഹസ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു പക്ഷിയുടെ ചിറക് പോലെയാണ് പ്രാർത്ഥന എന്നാണ്. കാരണം ആ ചിറകുകൾ ആ പക്ഷിയെ ഉയരങ്ങളിലേക്ക് പറന്നുയരുവാനായിട്ട് സഹായിക്കുന്നു. ഒരു പക്ഷിക്കുഞ്ഞ് ചിലപ്പോൾ പറക്കാനായിട്ട് പഠിക്കുമ്പോൾ ചിറകുകൾ ചോര പൊടിഞ്ഞു എന്ന് വരാം. ആ തീവ്ര പരിശ്രമത്തിൽ പറക്കാനായിട്ട്, ഉയർന്നു പറക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, ഇതുപോലെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില ചോര പൊടിയുന്ന അനുഭവങ്ങളുണ്ടാകാം. അവിടെയൊക്കെ നമ്മെ ഉയർന്ന് പറക്കാനായിട്ട് നമ്മെ സഹായിക്കുകയാണ്, നമ്മെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളും പ്രാർത്ഥിച്ചു മാറ്റാമെന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചില അസ്വസ്ഥതകളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ദൈവം ക്രമപ്പെടുത്തി വെച്ചതായിരിക്കാം. ഒരു പക്ഷിക്കുഞ്ഞിനെ കഴുകൻ തൻ്റെ കൂട് ഇളക്കിക്കൊണ്ട് അതിൻ്റെ കംഫർട്ട് സോണിൽ നിന്നും പറന്നുയരുവാനായി ഇളക്കിയിടുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ അസ്വസ്ഥത ജനിപ്പിക്കുന്നത് ആ പക്ഷിക്കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ചില അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഇത് പറന്നുയരുവാനുള്ളതാണ് എന്നുള്ള ഒരു വിവേചന ശക്തി, അല്ലെങ്കിൽ വിവേചിച്ചറിയുവാനുള്ള ഒരു ശക്തിക്കായിട്ട് നാം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. എല്ലാ അസ്വസ്ഥതകളും പ്രാർത്ഥിച്ചു മാറ്റുകയല്ല വേണ്ടത്. എപ്പോഴും നാം കംഫർട്ട് സോണിലായിരിക്കണമെന്നില്ല. കംഫർട്ട് സോണിലല്ലാത്ത അവസ്ഥയിൽ അത് ദൈവം മറ്റൊരു പദ്ധതിക്കായിട്ടായിരിക്കാം അത് ക്രമപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. താൻ പാതി ദൈവം പാതി എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമുണ്ട്. അത് നാം മനസ്സിലാക്കുന്ന രീതിയിലല്ല താൻ പാതി ദൈവം പാതി എന്ന പ്രയോഗം നിൽക്കുന്നത്. താൻ പാതി പ്രയത്നിച്ചാൽ ദൈവത്തിന് പാതി മാത്രമേ നമുക്ക് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ്. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ സഹകരണമില്ലാതെ ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നാം ദൈവത്തിന് പ്രവർത്തിക്കുവാനായി, നമ്മുടെ ജീവിതത്തിലെ ഇടം നൽകുവാനായി ആ ഒരു സഹകരണം ആവശ്യമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ഗ്രന്ഥത്തിൽ. ആരുമല്ല എങ്കിലും എല്ലാമാണ് എന്ന ലേഖനത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ നമ്മിൽ എല്ലാവരിലുമുണ്ട്. പക്ഷേ അത് പ്രകടമാകാത്തത് നമ്മുടെ സമർപ്പണത്തിൻ്റെ കുറവ് കൊണ്ടാണെന്നാണ്. നാം പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകണം. ഞാൻ കാരണമാണ്, ഇതെല്ലാം എൻ്റെ നേട്ടമാണ് എന്ന് പറയാതെ, എന്ന് മനസ്സിൽ ചിന്തിക്കാതെ, നമ്മെ തന്നെ പൂർണ്ണമായിട്ട്, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കുവാനായി, സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അനുഗ്രഹിക്കുന്ന ദൈവം എന്ന അവസാന ഭാഗത്തിലെ നീ ഒരു അനുഗ്രഹമാണ് എന്ന ഉൽപ്പത്തിയുടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അനുഗ്രഹം നമ്മുടെ അടുക്കൽ തന്നെയുണ്ട്, അകലങ്ങളിലൊന്നുമല്ല. വചനം നമ്മുടെ അധരങ്ങളിലുണ്ട്, നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ വചനത്തിൽ നിന്നാണ് നാം അനുഗ്രഹം നേടിയെടുക്കേണ്ടതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവസാനമായി ഗ്രന്ഥകർത്താവ് പരിശുദ്ധ അമ്മയിലേക്ക് തിരിയുകയാണ്. അമ്മയോട് ഇതാ നിൻ്റെ മകൻ എന്ന പറഞ്ഞ നാൾ മുതൽ ഞാനും അമ്മയുടെ മകനായിട്ട് തീരുകയാണ്. ഈശോയോട് പരിശുദ്ധമ്മ പറയുന്നുണ്ട്, ഇതാ എൻ്റെ മകനാണ് എന്ന്. അങ്ങനെ പറയുമ്പോൾ ഈശോ തന്നോടുള്ള സഹോദര സ്നേഹം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാം. പരിശുദ്ധമ്മയുടെ മകൻ ഞാനാകുമ്പോൾ ഈശോയും താനും സഹോദരന്മാരായി മാറുന്ന ആ മനോഹര ചിത്രം
ഗ്രന്ഥകർത്താവ് അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. പരിശുദ്ധമ്മയ്ക്ക് നമ്മുടെ ഓരോ ആത്മാക്കളുടെയും വില ഏറ്റവും വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് നമുക്ക് എത്ര അഴുക്കുചാലിൽ വീണാലും എത്ര ദുർഗന്ധമുണ്ടെങ്കിലും പരിശുദ്ധമ്മ നമ്മെ കഴുകിയെടുത്ത് നമ്മെ വിശുദ്ധീകരിക്കുന്നത്. ആ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധന്മാരുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ കൂടെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശോയിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ മരണത്തിൻ്റെ അവസാന നിമിഷം വരെ അവൻ പിശാച് നമ്മെ പാപത്തിലേക്ക് തള്ളിയിടുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് പറയുന്നത്. അതെ, ആ അവസാന നിമിഷം പോലും, അവസാന നിമിഷത്തിൽ തന്നെ സ്വർഗം കട്ടെടുത്ത നല്ല കള്ളനെയും നമുക്കറിയാം. അതെ, മരണത്തിന് തൊട്ടു മുൻപ് അനുദപിച്ചുകൊണ്ട് തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ നല്ല കള്ളനെ പ്രദാനം ചെയ്ത പറുദീസ, ഈശോ നൽകിയ പറുദീസ. അതെ, നമ്മുടെ ജീവിതത്തിലും നന്മ നിറഞ്ഞ മറിയമേ എന്നൊരു പ്രാർത്ഥനയുടെ മഹത്വം നമുക്ക് മനസ്സിലാകണമെങ്കിൽ മരണത്തിന് തൊട്ടു മുമ്പുള്ള നിമിഷത്തിന് പോലും പിശാചിന് നമ്മെ കീഴടക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. കണ്ണുനീരൊപ്പുന്ന ദൈവം എന്ന അവസാനത്തെ ലേഖനത്തിൽ അദ്ദേഹം 2 വ്യക്തികളുടെ അനുഭവങ്ങൾ പറഞ്ഞാണ് ഉപസംഹരിക്കുന്നത്. ഒന്നുമല്ലാതിരുന്നവർ, ധ്യാന കേന്ദ്രത്തിലെ ചെറിയ ചെറിയ ജോലികൾ എടുത്ത് കഴിഞ്ഞിരുന്നവർ, അവർ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവരായി ഇന്ന് പ്രസംഗവേദിയിൽ വചനം പങ്കുവയ്ക്കുന്ന കാഴ്ചകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥം അവസാനിപ്പിക്കുന്നത്. മറ്റൊരു വ്യക്തിയാകട്ടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തത്വജ്ഞാനികളും വേദപണ്ഡിതന്മാരും ഒക്കെ ചെല്ലുന്ന ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് ദൈവമുണ്ട് എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചു പോകുന്ന ഒരു വ്യക്തിയെ പേര് പറയാതെ ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതെ, നമ്മുടെയൊക്കെ എളിമ, മുഴുവനായിട്ടുള്ള സമർപ്പണം, ഇവിടെയൊക്കെ കണ്ണുനീരൊപ്പുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിന്റെ കണ്ണുനീർ ഞാൻ തുടച്ചു മാറ്റുമെന്ന ആ വചനഭാഗത്തെ ഓർത്തുകൊണ്ട് എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന ഒരു ഉറച്ച ബോധ്യം നമുക്കുണ്ടാകുവാനായിട്ട് ഈ ഗ്രന്ഥം നമ്മെ സഹായിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, വായനയുടെ വലിയ സമൃദ്ധി എനിക്ക് നൽകാനായിട്ട് സാധിച്ചില്ലെങ്കിലും ഇതിൻ്റെ ഏതെങ്കിലും ഒരു ലേഖനത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഈശോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങളെ സ്പർശിച്ച് അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഈശോ നമ്മുടെയും ജീവിതത്തിൽ ഈ വാക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കണ്ണുനീരൊപ്പുന്ന, നമ്മുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റുന്ന ദൈവത്തെ അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. ഏവരും വായിക്കണം കണ്ണുനീരൊപ്പുന്ന ദൈവം എന്ന കൃതി. നന്ദി, നമസ്കാരം.